അങ്ങനെ ഗൈസ് നമ്മുടെ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ കഷ്ടപ്പാടിന് ശേഷം നമ്മളിന്ന് ഒരു ജീപ്പ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി ഗൈസ്. അപ്പോൾ ജീപ്പാ കാറാ അത് എനിക്കെന്തായാലും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ജി വാഗൻ പറയുന്ന വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ജി വാഗൻ പറയുന്ന വണ്ടി കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ബാങ്കിൽ മൊത്തം ക്യാഷൊക്കെ ആയിട്ടുണ്ട്. ഫാമിലിക്ക് ആർക്കും അറിയില്ല, സർപ്രൈസ് ചെയ്യാൻ നമ്മൾ മേടിക്കാൻ പോകണം ഗൈസ്. അപ്പം നേരെ തന്നെ നമ്മുടെ ജി വാഗനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ ഷോറൂമിലേക്ക് കത്തിച്ച് വിടുക ഗൈസ്. ബെന്നിൻ്റെ ഷോറൂമിൽ തന്നെ എടുക്കണം കേട്ടോ. ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസായ ജി വാഗനൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബെന്നിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഗൈസ് കണക്കില്ലാത്ത അത്രയും ജി വാഗനൊക്കെ വന്നിട്ടുണ്ട്. എനിക്കിതിൽ നോട്ടം കണ്ടപ്പോഴേ എനിക്കിഷ്ടപ്പെട്ട ബ്ലാക്ക് കളർ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. എടാ ബെന്നി, നീ പറഞ്ഞപ്പോഴാണ് വന്നത്. എനിക്കില്ലേ ഈ ജി വാഗൻ എന്തായാലും മേടിക്കുന്ന ഒരു ആശ, എല്ലാവരും മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നീയേ ഒന്ന് ചൂസ് ചെയ്ത് അതിൽ ഏത് കളറാണ് നന്നായിട്ടുള്ളത് ഒന്ന് പറയാം. അവിടെ ഫ്രാങ്ക്ലിനെ ഞാൻ നിനക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കമ്മിയാക്കിയിട്ട് ഈ വണ്ടികളൊക്കെ തരാം. എനിക്ക് നീ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലാക്ക് കുഴപ്പമില്ല കേട്ടോ. ബ്ലാക്ക് ഒരു അത്യാവശ്യം നല്ലൊരു കളറാണ്. ആടാ ശരിയാടാ, ഞാനും അതിനെ വിചാരിച്ചത്. എന്തായാലും നീ പറയാം എത്ര രൂപയാവും ഈ വണ്ടിക്ക്? എടാ എന്തായാലും ഒരു 5 കോടിയാവും. ഞാൻ വേണമെങ്കിൽ നിനക്കൊരു 4.5 കോടിക്കൊക്കെ തരാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പം എന്തായാലും നമുക്ക് എന്തായാലും പരിപാടി കിടക്കട്ടോ. ആടെ പെണ്ണി, നീ ഒരു മാക്സിമം ഒക്കെ കുറയ്ക്കാൻ നോക്കിട്ടാ. നിന്നെക്കൊണ്ട് കഴിയുന്നൊക്കെ അത്രയ്ക്ക് ഒന്ന് കുറയ്ക്കാൻ നോക്ക്. ഓക്കെ, അപ്പോൾ ഈ സാധനം കുറേ നേരത്തിന് ശേഷം ഇഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി എടുത്തുള്ള എന്തൊരു ഐശ്വര്യം എന്നറിയില്ല, ബാക്കൊക്കെ പൊന്തിച്ചിട്ടുണ്ട് നമ്മുടെ മച്ചമ്പി. വണ്ടി കയറികളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് അറിയിപ്പിക്കുകയും. അപ്പോൾ നേരെ തന്നെ നമ്മുടെ മാതാശ്രീ നമ്മുടെ മമ്മിൻ്റെ പോയിട്ട് കാണിക്കുക. മമ്മി എന്താ പറയുന്നത് നമുക്കെന്തായാലും അറിയില്ല. മമ്മിൻ്റെ പോയി കാണിക്കുക ഗീസ്. ഓക്കെ, അപ്പോൾ ഗീസ് നമ്മുടെ മമ്മിയും കാര്യങ്ങളൊക്കെ വെളിയിൽ നടക്കാൻ വന്നിരിക്കുകയാണ്. ഈവനിങ് വാക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മമ്മിൻ്റെ ചോദിച്ചു നോക്കാം. മമ്മി, നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചു, എങ്ങനെയുണ്ട്? എൻ്റെ മോൻ മേടിച്ച വണ്ടിയാണോ ഇത്? എടാ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഈ വണ്ടിക്ക് എത്രയായി? അമ്മേ വെറും 10 ലക്ഷം ആയുള്ളൂ അമ്മേ, അത്രേ ആയുള്ളൂ. കുഴപ്പമില്ലല്ലോ, വണ്ടി അങ്ങനെ നന്നായിട്ടുണ്ടല്ലോ. അയ്യോ ആടാ കുഴപ്പമില്ല. ഈ വണ്ടിൻ്റെ പേരെന്താ? 10 ലക്ഷത്തിനുള്ള കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്ടത്. ജി വാഗനാണ് കേട്ടോ ഈ വണ്ടീൻ്റെ പേര്. എന്തായാലും ഇനി നമുക്ക് എന്തായാലും റെഡിയാക്കാം ഗേസ്. ഞാൻ എന്താ പറയുക, നമ്മുടെ മമ്മീൻ്റെ അടുത്ത് വെറും 10 ലക്ഷം പറഞ്ഞത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 കോടി പറഞ്ഞാൽ മമ്മി ഇപ്പം തന്നെ തൂങ്ങിച്ചാവും. ഓക്കെ, മമ്മി നമ്മുടെ പൈസയൊന്നും അത്ര ഇറക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് ഈ വണ്ടികളുടെ എനിക്കൊരു പ്രാന്താണ് ഗീസ്. അപ്പോൾ അങ്ങനെ മേടിച്ച ഒരു വണ്ടിയാണ് നമ്മുടെ ആദ്യത്തെ ഒരു വണ്ടി ജി വാഗനാണ് ഗീസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പറയാം, അടിപൊളിയായിട്ടൊക്കെ ഇല്ലേ? അപ്പോൾ ഇതാണ് ഗീസ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗീസ്. ഓക്കെ, വീഡിയോ കാരണം ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഗീസ്, അപ്പോൾ ഇതൊരു സ്റ്റോറി വീഡിയോ ആണ്. എല്ലാവരും എങ്ങനെയുണ്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മളെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബാറ്ററി 3 പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെന്തായാലും ജി വാഗൻ്റെ ചീറ്റ് കോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 666 ഗൈസ്, 4 6 അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജി വാഗൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയുള്ളൂ. എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ബൈ.